എണ്ണയിൽ മുക്കി പൊരിക്കാതെ വളരെ പെട്ടെന്ന് നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല ആരെടുത്തിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് റവ എടുക്കാം. ആ റവ നമുക്കൊരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് റവയാണെങ്കിലും 1 കപ്പ് റവയാണെങ്കിലും അതിലേക്കൊക്കെ 1 മുട്ട മതി. പിന്നെ വേണ്ടത് ശർക്കരയാണ്. 2 അച്ച് ശർക്കര ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടി ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 2 നുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറേശ്ശെ ഒഴിച്ചിട്ടൊന്ന് നോക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ ഇവിടെ എടുക്കുന്നത് ഒരു 3/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടും. അപ്പോൾ ഒരു 3/4 കപ്പോളം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ആ ശർക്കരയൊക്കെ ചെറുതായി കിട്ടിയാൽ പെട്ടെന്ന് തന്നെ അരഞ്ഞു കിട്ടും. വലിയ പീസാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇത് കറക്റ്റ് വെള്ളം കേട്ടോ. 3/4 കപ്പ് ഇതിലേക്ക് കറക്റ്റാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാണ്. നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു ചട്ടി എടുക്കാം. ഞാൻ ഇരുമ്പിൻ്റെ ഇതുപോലൊരു ചീനച്ചട്ടിയാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഒരു തവിയോ അല്ലെങ്കിൽ 2 തവിയോ മാവ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. അടി കരിയാതെ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്ന് മുകൾ ഭാഗം ആയി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. താഴ്ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. നെയ്യിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയാവും കേട്ടോ ഇതിലേക്ക്. പിന്നെ ഞങ്ങൾക്ക് ഒരു തവി വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. ചെറിയ അപ്പമായിട്ടാണ് ഞാനത് ചുട്ടെടുക്കുന്നത്. അപ്പം ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗത്തും ആക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടാൽ മതി കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുക്കുക. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെയിൽ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. നോൺ സ്റ്റിക്കിൻ്റെയിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയും വെളിച്ചെണ്ണ അതിൽ വേണ്ടിയില്ല. കുറച്ചിട്ട് അതിലും ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ പാലപ്പച്ചട്ടിയില്ല അതിൽ. അപ്പം നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. കലത്തപ്പത്തിൻ്റെ ഒക്കെ പോലെ ആരെടുത്തിട്ട് വരികയും ചെയ്യും. എന്നാൽ കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. താങ്ക്